തെരച്ചിൽ എങ്ങനെയാണ് നടക്കുന്നത് ദുരന്തഭൂമിയിൽ എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കാണാതായവർക്കുള്ള തെരച്ചിൽ 10ാം ദിവസവും തുടരുകയാണ്. പ്രത്യേകം മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ദുരന്തത്തിൽ അതിജീവിച്ചവരെ പങ്കെടുപ്പിച്ചുള്ള ജനകീയ തെരച്ചിൽ നാളെ നടക്കാൻ പോകുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പതിവിൽ നിന്ന് വിപരീതമായി തെരച്ചിലിന് പ്രത്യേകം പോയിന്റുകൾ മാർക്ക് ചെയ്തിരുന്നു ഇന്ന്. അതനുസരിച്ചാണ് സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സ് അടക്കമുള്ള രക്ഷാസംഘവും തിരച്ചിൽ നടത്തുന്നത്. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ഏതാണ്ട് 90% തിരച്ചിൽ പൂർത്തിയായെന്നാണ് അധികൃതർ പറയുന്നത്. സൺറൈസ് വാലിയിൽ സൈന്യവും ഹെലികോപ്റ്ററിൽ തിരച്ചിൽ നടത്തി. കടാവർ നായ്ക്കളുമായായിരുന്നു സൈന്യത്തിന്റെ തിരച്ചിൽ. ഇവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം നഷ്ടമായ വസ്തുവകകളുടെ കണക്കെടുപ്പ് സർക്കാർ ആരംഭിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വയനാട്ടിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി SPG സുരക്ഷാ സംഘവും ദുരന്തഭൂമിയിൽ എത്തിയിട്ടുണ്ട്. ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമെത്തി SPG സംഘം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രത്യേക യോഗവും ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നതായി റവന്യൂ മന്ത്രി കെ രാജൻ. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ഈ മണ്ണിൽ കാണുന്ന സാധാരണ മനുഷ്യൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതിന് പ്രധാനമന്ത്രി അവിടെ ഇരുന്ന് കാണുന്നതിനേക്കാൾ നല്ലത് ഇവിടെ വന്ന് കാണുന്നതായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നം ദുരന്ത നിവാരണത്തിൻ്റെ ഒരു പൊതു മാർഗരേഖ അനുസരിച്ച് L3 പെടുത്തി കേരളത്തെ ഇക്കാര്യത്തിൽ പരിഗണിച്ചാൽ ഒരു വലിയ കാര്യമായി കിട്ടാവുന്ന മാക്സിമം സഹായങ്ങൾ സാധാരണ നിലയിൽ കിട്ടും. പ്രതിപക്ഷ നേതാവ് VD സതീശനും സർക്കാരിന്റെ സമാന അഭിപ്രായം പങ്കുവച്ചു. വയനാട് പുനരധിവാസ പ്രക്രിയയ്ക്കും വയനാട് ഭാവിയിൽ അപകടമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു വലിയ പാക്കേജ് ഉണ്ടാകണം. ആ പാക്കേജിന് വലിയൊരു കേന്ദ്ര സഹായം ആവശ്യമുണ്ട്. നാളെ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ച ആളുകളെ കൂടി ഉൾപ്പെടുത്തി മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ചൂരൽമലയിലുമൊക്കെ ജനകീയ തിരച്ചിൽ നടത്താനാണ് തീരുമാനം. ടീം 24 വയനാട്.